ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിപ്പോൾ ഡെൽഫി എന്നുള്ളൊരു സ്ഥലത്താണ്. നല്ല ബ്യൂട്ടിഫുൾ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ ടൂറിൻ്റെ 4th ഡേ ആണ്. അപ്പോൾ ഇന്നലെ രാത്രിയാണ് നമ്മൾ ഈ ഹോട്ടലിൽ എത്തിച്ചേർന്നത്. ഒരുപാട് ലേറ്റായിട്ടാണ് എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഹോട്ടലും പരിസരവും ഒന്നും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു മൗണ്ടൻ ടോപ്പ് ഹോട്ടലാണ്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതുകൊണ്ട് തന്നെ ആൻ്റണി രാവിലെ തന്നെ ഈ സീനറിയൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യുകയാണ്. ബ്യൂട്ടിഫുൾ അല്ലേ? ഇവിടെ ഇപ്പോൾ ചെറിയ തണുപ്പുണ്ട്. ഞാനൊരു സ്വെറ്റർ ഇട്ടിട്ട് വരാം. പള്ളിയുടെ മണി കേൾക്കുന്നുണ്ടല്ലേ? സൈപ്രസ് ഒക്കെ കണ്ടോ? അപ്പോൾ എനിക്ക് ഈ സ്ഥലം കണ്ടപ്പോൾ കൊടൈക്കനാലാണ് ഓർമ്മ വന്നത്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 35 ഇയേഴ്സായി. അന്ന് നമ്മൾ ഹണിമൂണിനൊക്കെ പോയത് കൊടൈക്കനാലിലായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഹൗസ് സർജൻസി കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അമേരിക്കയിൽ നിന്ന് ചെന്നതാണെങ്കിലും ഞാനും ചെറുപ്പമല്ലേ, അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നും അധികം ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് ഓർത്ത് നോക്കുമ്പോൾ അന്നങ്ങനെ പോയി, നമ്മൾ കൊടൈക്കനാലിൽ പോയി, കാശ്മീരിൽ പോയി, അതൊക്കെ എത്ര നന്നായി അല്ലേ? അപ്പോൾ നിങ്ങളും പൈസ ഇല്ലെങ്കിലും ആ അവസരത്തിലൊക്കെ അങ്ങനെ അങ്ങ് പോയേക്കണം. എന്താണെന്ന് വെച്ചാൽ ലൈഫിൽ പിന്നെ നമ്മൾ എന്തൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ സമയം തിരിച്ചു കിട്ടില്ലല്ലോ. ഒക്കെ ഹോട്ടലിൻ്റെ ബാക്കാണ്. ഈ ഫ്രണ്ടിൽ ഇങ്ങനെ രാത്രിയായിട്ടല്ലേ നമ്മൾ എത്തിയേ, 9 o'clock ആയിട്ടല്ലേ എത്തിയേ. ഒന്നും എടുക്കാൻ പറ്റില്ല, ടയേർഡായി. പിന്നെ അങ്ങ് പെട്ടെന്ന് കുളിച്ചിട്ട് കിടന്നേ ഉള്ളൂ. പക്ഷേ ഇന്ന് രാവിലെ രാത്രി എടുക്കാൻ നല്ലായിരുന്നു, ലൈറ്റൊക്കെ ഇട്ടിട്ടേ ഭയങ്കര ഭംഗിയായിരുന്നു. പക്ഷെ എനിക്കതിന് പറ്റിയില്ല. ദൂരെ കണ്ടോ, ഒരു ചർച്ച് കണ്ടോ? അവിടുത്തെ മണിയാണ് നമ്മൾ കേട്ടത്. അത് ആ മൗണ്ടൻ്റെ താഴ്വരയിലാണ് ആ ചർച്ച് വെച്ചേക്കുന്നത്. കാണാമോ ചർച്ച്? അപ്പോൾ ഇന്നിവിടെ രാവിലെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഗ്രീസിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ നല്ല ചൂടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് മൗണ്ടൻ ടോപ്പ് ഹോട്ടലായിട്ടായിരിക്കണം. നല്ലൊരു മഞ്ഞ് തണുപ്പുണ്ട്. ഭാഗ്യത്തിന് എൻ്റെ അടുത്ത് ഒരു സ്വെറ്ററൊക്കെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഹോട്ടൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോട്ടലിൻ്റെ ലോബിയോട് കണക്റ്റഡ് അല്ല അതിൻ്റെ റൂംസൊന്നും. ഇതൊക്കെ ഒരേ വില്ല പോലെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മുടെ റൂമിന് ഔട്ട്സൈഡിൽ വെച്ചായിരുന്നു. അവരിവിടെ ബസ്സിനടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഹോട്ടലിൻ്റെ ലോബി ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് ഈ ലോബിയിൽ കൂടി പോയിട്ടാണ്. അപ്പോൾ ഈ ഹോട്ടൽ കണ്ടോ, നല്ല വാംത്തുള്ള ഒരു ഹോട്ടലാണ്. ചിലപ്പോൾ മൗണ്ടൻ ടോപ്പ് ഹോട്ടലായിട്ടായിരിക്കാം. അതിൽ കണ്ടോ കുറേ ട്രോഫി ഇരിക്കുന്നത്. ഇതിൻ്റെ ഓണർക്ക് സ്കീയിങ്ങിൽ വിൻ ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇവിടെ ഒരുപാട് പേര് സ്കീയിങ്ങിന് വരുന്നവരിവിടെ താമസിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു മൗണ്ടൻ ടോപ്പ് ആയതുകൊണ്ട്. അപ്പോൾ നല്ല സീനിക് പ്ലേസിലിരുന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റാണ് സാധാരണ അവർ തരാറുള്ളത്. പിന്നെ കുറേ ലോക്കൽ ഐറ്റംസും അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബുഫേ ആയിരിക്കും മിക്കവാറും. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ യാത്ര തുടങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒന്നിച്ചാണ് പോകുന്നത്. നിങ്ങളും എൻ്റെ കൂടെ ബസ്സിലുണ്ടെന്ന് അങ്ങ് ഓർക്കുക. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ബസ്സിലിരുന്ന് ഈ സ്ഥലങ്ങളൊക്കെ കാണാം. കുറേ സ്ഥലങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അത് ബോറടിക്കാതിരിക്കാനായിട്ട് ഈ സ്ഥലത്തിനെക്കുറിച്ച്, ഇതിൻ്റെ ഹിസ്റ്ററിയും നമ്മൾ പോകുന്ന സ്ഥലത്ത് എന്തൊക്കെ കാണാനുണ്ടെന്നും ഒക്കെ നിങ്ങളോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എനിക്കറിയാവുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഡെൽഫി എന്നുള്ളൊരു സ്ഥലത്താണ്. ഡെൽഫി ലൊക്കേറ്റ് ചെയ്തേക്കുന്ന എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗ്രീസിലാണ്. ഓൺ ദ സ്ലോപ്പ് ഓഫ് മൗണ്ട് പർനാസസ് അവിടെയാണ് ഈ ഡെൽഫി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതൊരു സ്പിരിച്വൽ ഫോക്കൽ പോയിൻ്റ് ആയിരുന്നു ഗ്രീസുകാരുടെ. ഇവിടെ ഒരുപാട് സാഞ്ചുറീസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡെൽഫിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡെൽഫി ഈ എർത്തിൻ്റെ സെൻറ്ററായിട്ടാണ് ഈ ഗ്രീസിലുള്ളവർ വിശ്വസിച്ചിരുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഗ്രീസിലുള്ളവർ ഗ്രീക്ക് മെത്തോളജിയിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഗാഡസസും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഗാഡ് ഓഫ് ദ ഗാഡായിരുന്നു
ഗാഡ് സിയൂസ്. നമ്മളിപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നുണ്ട്, എല്ലാ ദൈവങ്ങളുടെയും ദൈവമാണ് ബ്രഹ്മാവ് എന്ന് പറഞ്ഞതുപോലെ ഗാഡ്സ് ഓഫ് ദ ഗാഡായിരുന്നു ഗാഡ് സിയൂസ്. അപ്പോൾ ഗാഡ് സിയൂസ് ആരാണെന്ന് അറിയാത്തവർക്കായിട്ട് ഞാൻ ഈ പിക്ചർ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഗാഡ് സിയൂസിന് ഒരു ദിവസം തോന്നി ഈ എർത്തിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണമെന്ന്. അപ്പോൾ എന്താണ് ചെയ്തത്, സിയൂസ് എന്ത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എർത്തിൻ്റെ രണ്ട് സൈഡിൽ നിന്ന്, രണ്ടറ്റത്ത് നിന്നും, ഈസ്റ്റിൽ നിന്നും വെസ്റ്റിൽ നിന്നും ഓരോ ഈഗിളിനെ പറത്തി വിടുകയാണ്. രണ്ട് പക്ഷികളെ പറത്തി വിട്ടു. അത് എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് ആ മീറ്റിംഗ് പോയിൻ്റാണ് എർത്തിൻ്റെ സെൻറ്റർ എന്നാണ് വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഈ രണ്ട് പക്ഷികളെ പറത്തി വിട്ടു, അത് രണ്ടുപേരും മീറ്റ് ചെയ്തു. അത് ആ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ആംഫലോസ് എന്ന് പറയുന്നത്. ഈ എർത്തിൻ്റെ സെൻറ്ററായിട്ട് മാർക്ക് ചെയ്തേക്കുന്നതാണ് ആംഫലോ എന്ന് പറയുന്നത്. അത് നമ്മളിന്ന് പോകുമ്പോൾ കാണും. അപ്പോൾ ഈ ഗാഡ് സിയൂസിന് ഒരുപാട് മക്കളുണ്ടായിരുന്നു. പല സ്ത്രീകളിലുമായിട്ട് ഏകദേശം 92 മക്കളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിൽ ഗാർഡുകളും ഗാഡസസുകളും അതുപോലെ ലീഡേഴ്സും ഒക്കെയായിരുന്നു മക്കൾ. ആ മക്കളിൽ ഒരാളായിരുന്നു ഗാഡ് അപ്പോളോ. അപ്പോൾ ഗാഡ് അപ്പോളോ വളരെ ഫേമസ് ആണ്, നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ. മ്യൂസിക്കിൻ്റെ ഗാഡാണ്, അതുപോലെ തന്നെ എന്തിനെയാണ്, ലൈറ്റിൻ്റെ ഗാഡാണ്. അതുകൊണ്ടൊക്കെ തന്നെ 23 years ago നമ്മുടെ ഈ വീട് പണിത സമയത്ത് നമ്മുടെ ഫോയയുടെ മുകളിൽ സീലിങ്ങിലായിട്ട് ഒരു ഡോമുണ്ട്. അതിൽ നമ്മൾ ഗാഡ് അപ്പോളോയുടെ മ്യുറേൽ വരച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ വീട് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടെങ്കിലും ഈ സീലിങ്ങിലുള്ള പെയിൻറ്റിങ് നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ല. ഇത് നമ്മുടെ ഫോയയുടെ മുകളിൽ സീലിങ്ങിൽ ഒരു ഡോം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലാണ് ഈ പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇതാണ് ഗാഡ് അപ്പോളോ. അപ്പോൾ നമ്മളിത് 23 years ago വരച്ചതാണ് കേട്ടോ. അതിനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഗ്രീക്ക് ആർട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ വിൻഡോയിൽ നിന്ന് ലൈറ്റ് വരുന്നതുണ്ടോ. അപ്പോൾ ഗാഡ് അപ്പോളോ ലൈറ്റിൻ്റെ ഗാഡാണല്ലോ. ഗ്രീസിൽ നിന്ന് ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് വരച്ചതാണ്. അപ്പോൾ ഗ്രീസിലെ പോലെ തന്നെ ആ പൊട്ടിപ്പൊളിഞ്ഞ കോളംസും അതുപോലെ തന്നെ ഒരു ചീറ്റയുണ്ടോ. അപ്പോൾ ആൻറ്റി ഇത് വീട്ടിൽ വരച്ചുകൊണ്ട് നിങ്ങൾ ഓർക്കരുത് ആൻറ്റി എന്താ ഒരു അന്ധവിശ്വാസിയാണോ എന്ന്. അപ്പോൾ ഇത് നമ്മൾ വരയ്ക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഏൻഷ്യൻ ആർട്ടാണല്ലോ, അതുകൊണ്ട് വരച്ചെന്നേ ഉള്ളൂ. മാത്രമല്ല ഇപ്പോൾ ഓരോ കാലഘട്ടത്തിൽ അവർക്ക് എന്താണോ സന്തോഷം സമാധാനം കൊടുത്തത് അവർ അതിൽ വിശ്വസിച്ചു. അതിന് നമുക്ക് തെറ്റ് പറയാനില്ല അല്ലേ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളിൽ പലരും ചിലപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കാം, ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കാം. അപ്പോൾ എന്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും അതാണ് അവർക്ക് സമാധാനം കൊടുത്തതെന്ന് മാത്രം ഓർക്കുക, അല്ലാതെ മറ്റൊരു മതത്തെ നമ്മൾ ഒരിക്കലും പുച്ഛിക്കരുത് അല്ലേ. അപ്പോൾ ഈ ഗാഡ് അപ്പോളോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ഫേമസ് ആയിരുന്നു. ഹീലിങ്ങിൻ്റെ, മ്യൂസിക്കിൻ്റെ, നോളജിൻ്റെ, അതുപോലെ ബ്യൂട്ടിയുടെ ഒക്കെ ഗാഡായിരുന്നു അപ്പോളോ. അപ്പോൾ അപ്പോളോയ്ക്ക് ഒരു ദിവസം തോന്നുകയാണ് ഈ ഡെൽഫി സ്വന്തമാക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെൽഫി എർത്തിൻ്റെ സെൻറ്ററാണ് അല്ലേ. അപ്പോൾ ഈ എർത്തിൻ്റെ സെൻറ്റർ പുള്ളിക്ക് സ്വന്തമാക്കി ഇവിടെ ഒരു സാങ്ച്വറി പണിയണം എന്ന് തോന്നിയിട്ട്, അപ്പോൾ ഈ എർത്തിൻ്റെ സെൻറ്റർ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നത് ഈ പൈത്തോൺ സ്നേക്ക് ആയിരുന്നു എന്നാണ് ഗ്രീസിലുള്ളവർ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഈ ഡെൽഫി സ്വന്തമാക്കാനായിട്ട് ഗാഡ് അപ്പോളോ ഈ എർത്തിൻ്റെ സെൻറ്റർ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന ആ സ്നേക്കില്ലേ, ആ പൈത്തോണെ അങ്ങോട്ട് കൊല്ലുകയാണ്. എന്നിട്ട് ഈ എർത്തിൻ്റെ സെൻറ്റർ ഗാഡ് അപ്പോളോ സ്വന്തമാക്കി എന്നുള്ളതാണ്. അപ്പോൾ അന്ന് വരെയും ഗ്രീസിലുള്ളവർ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ആ സ്നേക്കിനെയായിരുന്നു. അപ്പോളോ ആ സ്നേക്കിനെ കൊന്നു കഴിഞ്ഞ് ആ ഡെൽഫി സ്വന്തമാക്കിയത് മുതൽ എർത്തിൻ്റെ സെൻറ്റർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അപ്പോളോയായി മാറി. അപ്പോൾ അന്ന് മുതൽ ഈ ഗ്രീസിലുള്ളവർ ഗാഡ് അപ്പോളോയെ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഗാഡ് അപ്പോളോയുടെ പേരിൽ ഒരു ടെമ്പിൾ ഉണ്ടാക്കുകയാണ് ഈ ഡെൽഫിയിൽ. അപ്പോൾ ഈ ടെമ്പിൾ ഉണ്ടാക്കിയേക്കുന്ന എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് എർത്തിനൊരു ക്രാക്കുണ്ട്.
പല സ്ഥലത്തും ഉണ്ട് അല്ലേ, ഈ ലോകത്ത് പല സ്ഥലത്തും അങ്ങനെ എർത്തിന് ക്രാക്ക് ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ഫ്യൂംസും വേപ്പറൊക്കെ വരുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഹവായിലോ കാലിഫോർണിയയിലോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണാം, എർത്തിൽ നിന്ന് ഇങ്ങനെ ഫ്യൂംസ് അതിനടിയിൽ നിന്ന് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ ടെമ്പിൾ ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ നമുക്കറിയാം, ഏത് ടെമ്പിളിനാണെങ്കിലും അവിടെ ഒരു പ്രീസ്റ്റ് കാണും അല്ലേ. അപ്പോൾ ഈ അപ്പോളോ ടെമ്പിളിൽ ഉണ്ടായിരുന്നത് പ്രീസ്റ്റ് ആയിരുന്നില്ല, പ്രീസ്റ്റസ് ആയിരുന്നു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ പ്രീസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഫീമെയിൽ പ്രീസ്റ്റിനെ അവർ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു യങ് ലേഡി, വെർജിൻ ലേഡി ആയിരിക്കണം. അതിനെ അവർ പ്യൂരിഫൈ ചെയ്തെടുക്കുകയാണ്, അവരതിനുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്ത്. കാരണം അതൊരു ഓറക്കിളാക്കി മാറ്റുകയാണ് ഇവർ. ഗാഡ് അപ്പോളോയോട് നേരിട്ട് സംസാരിക്കാൻ, ദൈവത്തിനോട് നേരിട്ട് സംസാരിക്കാൻ കഴിവുള്ളവരെ ഓറക്കിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ യങ് ലേഡിയെ ഇങ്ങനെ ഓറക്കിളായിട്ട് ആ ടെമ്പിളിനകത്ത് ഇരുത്തുകയാണ്. അതിന് വിളിക്കുന്ന പേര് പിതിയ എന്നാണ്. ആ പേരിടാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എർത്തിൻ്റെ സെൻറ്റർ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന പൈത്തോണാണല്ലോ, ആ പൈത്തോണിൽ നിന്നാണ് ഈ പിതിയ എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഈ പിതിയ ഇരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ എർത്തിൻ്റെ ക്രാക്കിൽ നിന്ന് വരുന്ന ആ ഫ്യൂംസിൻ്റെ മുകളിലായിട്ട് ഒരു ട്രൈപോഡ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പിതിയ അവിടെ ഇരുന്നിരുന്നത്. അപ്പോൾ ആ എർത്തിനടിയിൽ നിന്ന് വരുന്ന ഫ്യൂംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹൈഡ്രോ കാർബൺ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വേപ്പറൈസ് ചെയ്ത് കഴിയുമ്പോൾ അത് എത്തിലീനും അതുപോലെ തന്നെ ബെൻസിനുമായിട്ട് മാറുന്നു. അപ്പോൾ ഈ പിതിയ ബ്രീത്ത് ചെയ്യുന്നത് തന്നെ ആ ഹാലൂസിനോജനിക് ആയിട്ടുള്ള ആ വേപ്പറാണ് ആ എർത്തിനകത്തുനിന്ന് വരുന്നത് അല്ലേ. അതുപോലെ തന്നെ അവരെന്തോ ലീവ്സൊക്കെ ച്യൂ ചെയ്തുകൊണ്ടിരുന്നു. ചിലപ്പോൾ എല്ലാം കഞ്ചാവായിരുന്നു കാണും. എന്താണെങ്കിലും പിതിയ ഒരു പകുതി അബോധാവസ്ഥയിലായിരുന്നു. അതുപോലെ തന്നെ അവർ സംസാരിക്കുന്ന ഭാഷ ആർക്കും മനസ്സിലാവുന്നതല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇൻ്റർപ്രിറ്റർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ പിതിയ ഗാർഡുമായിട്ട് സംസാരിക്കുന്നത് എന്താണ് എന്ന് തർജ്ജമ ചെയ്തു കൊടുക്കാനായിട്ട് അവിടെ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് റോമിൽ നിന്ന്, പേർഷ്യയിൽ നിന്ന്, അതുപോലെ തന്നെ ഗ്രീസിൻ്റെ പല ഭാഗത്തു നിന്ന് കിങ്സൊക്കെ വരാൻ തുടങ്ങി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയണം ഈ വാറ് നടത്തിയിട്ടുണ്ടെങ്കിൽ ജയിക്കുമോ, വാറ് നടത്തണോ എന്നുള്ള തീരുമാനമൊക്കെ എടുക്കുന്നത് ഈ പിതിയെ കണ്ടിട്ടാണ്. പിതിയ ഗാഡ് അപ്പോളോയോട് നേരിട്ട് സംസാരിക്കും. ഈ വാറ് നടത്തണോ വേണ്ടയോ, അല്ലെങ്കിൽ ഈ വാറിൽ വിൻ ചെയ്യുമോ, അതുപോലെ തന്നെ ഈ ലോകത്ത് ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ അറിയാനായിട്ട് ഈ ഡെൽഫിയിലാണ് ആളുകൾ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അപ്പോളോയുടെ സാങ്ച്വറിയിൽ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ സാങ്ച്വറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മേജറായിട്ടുള്ള റിലീജിയസ് സൈറ്റാണ് എന്നോർക്കണം. അപ്പോളോ ഗാഡ് ഇവിടെയായിരുന്നു എന്നാണ് ഗ്രീസിലുള്ളവർ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് ഈ സാങ്ച്വറി എന്ന് കാണാം. അപ്പോൾ നമ്മൾ ഡെൽഫിയിൽ സാങ്ച്വറി ഓഫ് അപ്പോളോയിലെത്തി. അപ്പോൾ ഇവിടെയുള്ള ടെമ്പിൾസും അതുപോലെ തന്നെ ഈ സാങ്ച്വറിയും ഒക്കെ ഗാഡ് അപ്പോളോയെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. അപ്പോൾ 3000 years ago ഈ സാങ്ച്വറി ഇങ്ങനെ ഇരുന്നതാണ് എന്നോർക്കണം. ഇത്രയും നേരം നല്ല തണുപ്പായിരുന്നല്ലേ. ഞാൻ എൻ്റെ ജാക്കറ്റ് കൂടി വെച്ചു. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല ചൂടായി ഇവിടെ. ഒരു 10 o'clock ഒക്കെ ആയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോഴേ നല്ല ചൂടായി. അപ്പോൾ ഈ കാണുന്നതാണ് ആംഫിലോസ്, എർത്തിൻ്റെ സെൻറ്റർ എന്നറിയപ്പെടുന്നു. ഗാഡ് സിയൂസ് 2 ഈഗിൾസിനെ പറത്തി വിട്ടില്ലേ, എന്നിട്ട് അത് കൂട്ടിമുട്ടിയ സ്ഥലത്ത് ഇട്ടിരിക്കുന്ന ഒരു സ്റ്റോണാണിത്. അപ്പോൾ ഇതാണ് എർത്തിൻ്റെ സെൻറ്റർ എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ എർത്തിൻ്റെ സെൻറ്റർ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നത് ഒരു പൈത്തോൺ സ്നേക്കായിരുന്നു. ആ പൈത്തോൺ സ്നേക്കിനെ ഗാഡ് അപ്പോളോ കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ ഡെൽഫി ഗാഡ് അപ്പോളോയുടെ സ്വന്തമാക്കി ഇവിടെ ഒരു സാങ്ച്വറിയാക്കി മാറ്റിയത്. അപ്പോൾ ഇത് ഗ്രീസിലെ സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാങ്ച്വറി ആയിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയായിരുന്നല്ലോ ഓറക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാഡ് അപ്പോളോയോട് നേരിട്ട് സംസാരിക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു ഇത് അല്ലേ.
ഇപ്പോൾ രാവിലെ തന്നെ ഒരുപാട് ആളുകൾ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ആളുകളൊക്കെ ഇപ്പോൾ ഇവിടെ വരുന്നത് എന്താണ് 3000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നറിയാനാണ്. പക്ഷേ 3000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിരുന്നത് ഗാഡ് അപ്പോളോയെ വർഷിപ്പ് ചെയ്യാൻ. അതിൻ്റെ ഭാഗമായിട്ട് ദ പ്രൊഫസി ഓഫ് ദ ഗാഡ് എന്നറിയപ്പെടുന്ന അപ്പോളോയോട് എന്താണ് അവരുടെ ഫ്യൂച്ചർ എന്നറിയാൻ വേണ്ടിയായിരുന്നു ഇവിടെ വന്നിരുന്നത്. അപ്പോൾ ഡെൽഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പാൻ ഹെലനിക് സാങ്ച്വറി ആയിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സിറ്റി സ്റ്റേറ്റും കൂടിയതാണല്ലോ ഗ്രീസ്. അപ്പോൾ ഏത് സിറ്റി സ്റ്റേറ്റിലുള്ളവരാണെങ്കിലും ഇവിടെ അവർക്ക് വരാനും എല്ലാവർക്കും ഫ്രീ ആയിട്ട് വർഷിപ്പ് ചെയ്യാനും ഉള്ള ഫ്രീഡം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗ്രീസിലുള്ളവർ മാത്രമല്ല, റോമിൽ നിന്നും അതുപോലെ തന്നെ പേർഷ്യയിൽ നിന്നും ഒക്കെ ലീഡേഴ്സ്, പൊളിറ്റീഷ്യൻസ്, വെൽത്തി ആയിട്ടുള്ളവരെല്ലാം ഇവിടെ വന്ന് ഈ ഓറക്കിൾ വഴി ഗാഡ് അപ്പോളോയോട് നേരിട്ട് സംസാരിച്ചിരുന്നു. എന്താണ് അവരുടെ ഫ്യൂച്ചർ, ഇനി ബിസിനസ്സിൽ ഏർപ്പെടണമോ അതോ വാറിൽ പങ്കെടുക്കണമോ, അവർ വിജയിക്കുമോ എന്നുള്ളതെല്ലാം ഗാഡിനോട് ചോദിക്കാനായിട്ട് ഇവിടെയാണ് വന്നിരുന്നത്. അപ്പോൾ ഓരോ സിറ്റി സ്റ്റേറ്റുകളും അതുപോലെ വെൽത്തി ആയിട്ടുള്ളവരും അവരുടെ പവറും അതുപോലെ തന്നെ വെൽത്തും ഷോ ഓഫ് ചെയ്യാനുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു ഇത്. ഇപ്പോൾ നമ്മൾ കാണാം, ഇപ്പോൾ കാണുന്നത് ഒരു ട്രഷറിയാണ്. ഈ ബിൽഡിങ് കണ്ടോ? അപ്പോൾ ഇത് ഈ വെൽത്തി ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ ലീഡേഴ്സൊക്കെ റൂളേഴ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഗാർഡിനായിട്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ കുറച്ച് കോളംസേ കാണുകയുള്ളൂ, ചർച്ചിൻ്റെ അത്രയും ഉണ്ടായിരിക്കില്ല. പക്ഷേ അതിൻ്റെ ബാക്കിലേക്ക് ഒരു ഗോഡൗൺ മാതിരി ഒരു സ്റ്റോറേജിനുള്ള സ്പേസ് കാണുന്നുള്ളതാണ്. അവിടെയാണ് ഗാർഡിനായിട്ട് വർഷിപ്പ് ചെയ്യാനായിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ട്രഷറി ഗ്രീസ് പേർഷ്യയുമായിട്ട് ബാറ്റിൽ നടത്തിയപ്പോൾ ബാറ്റിൽ ഓഫ് മാരത്തോൺ വിൻ ചെയ്തതിൻ്റെ ഒരു മോണിമെൻ്റായിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇതുപോലെ പല ട്രഷറീസും അതുപോലെ തന്നെ പല മോണിമെൻറ്റ്സും ടെമ്പിളിൻ്റെ ഭാഗങ്ങളും ഒരുപാട് ബിൽഡിങ്സ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ അപ്പോളോ സാങ്ച്വറി. അപ്പോൾ ഞാൻ ഒരിക്കലും ഓർത്തില്ല കേട്ടോ ഇത്രമാത്രം നമുക്ക് നടക്കാനുണ്ടായിരിക്കുമെന്ന്. ഈ മൗണ്ടൻ്റെ ടോപ്പിലേക്കൊക്കെ നമ്മൾ നടന്ന് കയറേണ്ടി വരും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 70 years ഓൾഡ് ആവുന്നതിന് മുമ്പ് നമുക്കിങ്ങനെയൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പല സ്ഥലത്തും ഇതുപോലെ ബ്ലൂ കളറിലുള്ള സ്നേക്കിൻ്റെ രൂപത്തിലുള്ള കോളംസ് കാണാം അല്ലേ? അത് 3000 years ago ഇങ്ങനെ ഇരുന്നതാണ്. 3 പൈത്തോൺസ് ഒരു ഗോൾഡൻ ട്രൈപോഡ് ക്യാരി ചെയ്യുന്നതായിട്ടുള്ള ഒരു മോണിമെൻ്റ് ആയിരുന്നു. അപ്പോളോ ടെമ്പിൾ ആദ്യമായിട്ട് പണിത് BC 8th centuryയിലാണ്. അത് എർത്ത്ക്വേക്ക് കൊണ്ടും ഫയർ കൊണ്ടും നശിച്ചു പോയിട്ട് പല പ്രാവശ്യം പുതുക്കി പണിയേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന അപ്പോളോ ടെമ്പിളിൻ്റെ ഭാഗങ്ങൾ ഇതൊരു 4th century BCയിൽ പണിതിട്ടുള്ളതാണ് ഈ കാണുന്നത്. അന്നിങ്ങനെയാണ് അപ്പോളോ ടെമ്പിൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു ഗ്രീക്ക് ആർക്കിടെക്ചറൽ സ്റ്റൈലിലാണ് പണിതിട്ടുള്ളത്. അതായത് അയോണിക്, ഡോറിക്, കൊരിന്ത്യൻ സ്റ്റൈലിലാണ് പണിതിട്ടുള്ളത്. ഏകദേശം 20 meters വീതിയുണ്ട്, 60 meters നീളമുണ്ട്. അപ്പോൾ ഓറക്കിളായിട്ടുള്ള പിതിയ ഇവിടെ ഇരുന്നിട്ടാണ് ഗാർഡിനോട് സംസാരിച്ചിരുന്നത്. അപ്പോളോ ടെമ്പിളിനകത്തായിട്ട് ഗാഡ് അപ്പോളോയുടെ വലിയൊരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പല മോണിമെൻറ്റ്സും അതുപോലെ സീക്രട്ട് റൂംസൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു. ആൾട്ടേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ ട്രഷറിയും ഇതിനോട് ചേർന്ന് തന്നെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ടോളായിട്ടുള്ളതില്ലേ അതൊരു ട്രഷറിയുടെ ഭാഗമാണ്. അപ്പോൾ ഈ ഡെൽഫിയിൽ ഒരു 1000 years ഇതുപോലെ വർഷിപ്പ് നടത്തിയിരുന്നു. അതിനുശേഷം ഒരു AD 390ലാണ് റോമൻ എംപറർ ആയിരുന്ന തിയോഡോസിസ് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഈ ടെമ്പിളുകളെല്ലാം നശിപ്പിക്കുകയും അതുപോലെ അവരുടെ ആ അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം നിർത്തലാക്കിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ടൂർ ഗൈഡ് നമ്മളോടെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
Although it is a Christian new city. But for the first centuries, guys, it doesn't mean that we are Christian and we don't have. അപ്പോൾ ഈ സാങ്ച്വറിയിൽ പിതിയൻ സ്റ്റേഡിയവും തിയേറ്ററും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് പിതിയൻ സ്റ്റേഡിയം. അപ്പോൾ ഈ പിതിയൻ സ്റ്റേഡിയം ആദ്യമായിട്ടുണ്ടാക്കുന്നത് 5th സെഞ്ച്വറി BC പക്ഷേ അത് പല പ്രാവശ്യം റീകൺസ്ട്രക്റ്റ് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ കാണുന്ന സ്റ്റേഡിയം AD 200 പണിതിട്ടുള്ളത്. ഈ സ്റ്റേഡിയം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഏൻഷ്യൻ സാങ്ച്വറിയുടെ ഹയസ്റ്റ് പോയിന്റിലായിട്ടാണ്. ഈ അപ്പോളോ ടെമ്പിളിന് മുകളിലായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ആ നാച്ചുറൽ സ്ലോപ്പിൽ തന്നെയാണ് പണിതിട്ടുള്ളത്. ഒളിമ്പിക്സ് 4 years കൂടുമ്പോൾ നടക്കുന്നത് പോലെ തന്നെ ഈ പിതിയൻ ഗെയിംസും 4 years കൂടുമ്പോഴാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് മ്യൂസിക്കൽ കോമ്പറ്റീഷൻസാണ് നടത്തിയിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സ്പോർട്സ് കോമ്പറ്റീഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാങ്ച്വറി വളരെ ബിസി ആയിട്ടുള്ള സ്ഥലമായിരുന്നു 3000 years മുമ്പ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആനിമൽസിനെ സാക്രിഫൈസ് ചെയ്തിരുന്നു, ഗാഡിനെ വർഷിപ്പ് ചെയ്തിരുന്നു, ഓറക്കിളുമായിട്ട് സംസാരിച്ചിരുന്നു ഗാഡിനോട്. അതുപോലെ തന്നെ ഒരുപാട് കോമ്പറ്റീഷൻസൊക്കെ നടന്നിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന്. അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ ഫാദറായിരുന്ന കിങ് ഫിലിപ്പ് ഇവിടുത്തെ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കിങ് ഫിലിപ്പ് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുമായിരുന്നു ഈ പിതിയയ്ക്ക്. കാരണം പിതിയാണല്ലോ ഗാഡുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ കിങ് ഫിലിപ്പിന് അനുകൂലമായിട്ട്, ഇപ്പോൾ വാറിനൊക്കെ ജയിക്കുമെന്നോ അങ്ങനെ അനുകൂലമായിട്ട് ഉള്ള ആൻസർ കിട്ടാൻ വേണ്ടി ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ അലിഗേഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗാഡ് അത്തീനയെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുണ്ടാക്കിയ ടെമ്പിളാണ്. ഗാഡ് അത്തീന എന്ന് പറയുമ്പോൾ ഗാഡ് അപ്പോളോയുടെ ഹാഫ് സിസ്റ്റർ ആയിരുന്നു. അപ്പോൾ ഇതിന് പറയുന്നത് തോലോസ് എന്നാണ്. ഇത് ബിൽറ്റ് ചെയ്തിട്ടുള്ളത് 380 BC മാർബിൾ കൊണ്ടുണ്ടാക്കിയതാണ്. ഒരു ലേറ്റ് ക്ലാസിക്കൽ സർക്കുലർ ബിൽഡിംഗ് ആണിത്. ഇതിന് 20 columns ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ 3 columns ഉള്ളൂ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ മോസ്റ്റ് ഫോട്ടോഗ്രാഫ്ഡ് ബിൽഡിംഗ് ആണ് ഡൽഹിയിൽ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് താഴോട്ട് വരികയാണ്. അപ്പോൾ ഒരു ഡോഗിനെ കണ്ടോ? സിംഹം പോലെയുണ്ട് അല്ലേ? പക്ഷെ വളരെ ഫ്രണ്ട്ലിയാണ്. നമ്മളപ്പോൾ അവിടെ നിന്ന് ഒരു പിക്ചറൊക്കെ എടുത്തു. ഇനി നമ്മൾ അതിനടുത്ത് തന്നെയുള്ള ഒരു മ്യൂസിയം കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ആർക്കിയോളജിക്കൽ മ്യൂസിയം ഓഫ് ഡെൽഫിയാണ്. അപ്പോൾ ഈ സ്റ്റാച്ചു ഉണ്ടോ? ഇത് ഹ്യൂമൻ്റെ ഫേസും ഉണ്ട്, ലയൻ്റെ ബാഡിയുണ്ട്, പിന്നെ വിങ്സും ഉണ്ട് അല്ലേ? ഇതൊക്കെ പഴയ ആളുകളുടെ ഒരു ഇമാജിനേഷനിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ചിലപ്പോൾ അവരുടെ ഗാർഡായിരുന്നു കാണും. പക്ഷേ ശരിക്കും ഓർത്തിട്ടുണ്ടെങ്കിൽ ഗാർഡെന്ന് പറഞ്ഞാൽ ആനിമൽസിനും ബേർഡ്സിനും മനുഷ്യർക്കും ഒക്കെ കൂടിയതായിരിക്കണം അല്ലേ? അല്ലാതെ നമുക്ക് മാത്രം കാട് പോരല്ലോ. അപ്പോൾ ഈ ഇമാജിനേഷൻ കുഴപ്പമില്ല അല്ലേ? അപ്പോൾ ഈ സ്റ്റാച്ചു അപ്പോളോ ടെമ്പിളിൽ ആ മോണിമെൻറ്റ്സിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ ഇത്രയും ഹൈറ്റിലാണ് അത് വെച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെ മറ്റൊരു ഇമാജിനേഷനാണ്. ഗാർഡ്സൊക്കെ ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഞാനിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കളയാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളും എന്നോടൊപ്പം ഈ മ്യൂസിയത്തിൽ നിന്ന് കാണും പോലെയുള്ള ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ്. Là, il faut. Ah, j'achète le livre pour.
ഈ സ്റ്റാച്യൂസ് ട്വിൻ ബ്രദേഴ്സ് ആയിരുന്നു, ഇവർ റസ്ലേഴ്സ് ആയിരുന്നു. അപ്പോൾ ഈ സ്റ്റാച്യു ഉണ്ടാക്കിയത് 600 BCയിലാണ്. പക്ഷേ ഇതൊക്കെ എക്സ്കവേറ്റ് ചെയ്തെടുത്തപ്പോൾ 1800 ADയിൽ ആദ്യമായിട്ട് കിട്ടിയത് ഈ സ്റ്റാച്യു ആണ്. Che sarebbe l'omphalos. Omphalos vuol dire ombelico e sarebbe il centro del mondo. Dell'omphalo നമ്മളിപ്പോൾ കേൾക്കുന്നത് മറ്റ് ടൂർ ഗ്രൂപ്പിലുള്ളവരുടെ ഗൈഡ് അവരോട് അവരുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കുന്നതാണ്. കിങ്ങിൻ്റെ 3 പെൺമക്കളുടെയാണിത്. ഇതിൻ്റെ ബാട്ടം പാർട്ടാണിത്. ഇതതിൻ്റെ ഹെഡിൻ്റെ പാർട്ടാണ്. പക്ഷേ എർത്ത് ഉണ്ടാകുന്നതുകൊണ്ട് അവർ 3ആയിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് അപ്പോളോ സാങ്ച്വറിയിലായിരുന്നപ്പോൾ ഇങ്ങനെയായിരുന്നു എല്ലാ പീസുകളും ചേർന്നിട്ടുണ്ടായിരുന്നത്. This is Athenos. This is how it was found. Look at the photograph of the excavation, all there for that. So they അപ്പോൾ ഈ സ്റ്റാച്യുവിൽ കാണുന്ന ആൻറ്റൂസ് 300 ADയിലെ റോം എംപയർ ആയിരുന്ന ഹാഡിയൻ്റെ ഫ്രണ്ടായിരുന്നു. പുള്ളി ഒരു 20 years old ആയപ്പോൾ നൈൽ നദിയിൽ വീണ് മരിച്ചുപോയി. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലായിടത്തും ഈ ആൻറ്റൂസിൻ്റെ സ്റ്റാച്യു ഉണ്ടാക്കി വയ്ക്കാനും ആരാധിക്കാനുമായിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചായിരുന്നു. behind his lips, take a good photograph to see it, to magnify it afterwards. Meaning, അപ്പോളോ സാങ്ച്വറിയിൽ ആകെ ഈ ഒരു ബ്രോൺസ് സ്റ്റാച്യു ആണ് കണ്ടുകിട്ടിയുള്ളൂ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിതിയൻ ഗെയിംസിൽ ചാരിയറ്റ് റേസിൽ ചാരിയറ്റ് ഓടിച്ചിരുന്ന കുതിരവണ്ടി ഓടിച്ചിരുന്ന ആളുടെ ഓർമ്മയ്ക്കായിട്ട് അന്നത്തെ രാജാവ് പണിയിച്ചതായിരുന്നു ഈ ബ്രോൺസ് സ്റ്റാച്യു. അപ്പോൾ ഈ സ്റ്റാച്യൂസൊക്കെ ക്യാമറയൊന്നും ഇല്ലാത്ത കാലത്ത് ഉണ്ടാക്കിയതാണ് അല്ലേ, 10,000-3000 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഇപ്പോഴും നമ്മൾക്ക് ഇതൊക്കെ കാണാൻ പറ്റുന്നത് ഇതെല്ലാം മണ്ണിനടിയിൽ നിന്ന് കണ്ടെടുത്തുകൊണ്ട് മാത്രമാണ് അല്ലേ. അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഷിപ്പ് ചെയ്ത ഗോൾഡാണെന്നാണ് കേട്ടത്. നല്ല ഗോൾഡായിരിക്കും അല്ലേ. നല്ല നെക്ലസും ബാംഗിൾസും. fire, they were burnt, and these they were ruined, and they couldn't expose them anymore. That's why we have them listed, because they were buried. Remember when we were at the Acropolis Museum? നമ്മളപ്പോൾ ഈ മ്യൂസിയം കണ്ടു കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഇന്ന് സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇവിടെ നിന്നും ഒരു 1 hour അകലെയാണ്. അപ്പോൾ പോകുന്ന വഴി മുഴുവനും നിങ്ങളെ കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡെൽഫി സാങ്ച്വറിയൊക്കെ ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലും ഇതിലും മനോഹരമായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസുകളുണ്ട് അല്ലേ. അതുപോലെ തന്നെ മണ്ണിനടിയിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരുപാട് സാധനങ്ങളുമുണ്ട്. പക്ഷെ നമ്മളൊക്കെ അതിനെതിരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ബീഹാറിലെ നളന്ദ യൂണിവേഴ്സിറ്റി റെനിവേറ്റ് ചെയ്തെടുത്തു അല്ലേ. നമ്മളതിനും അതുപോലെ തന്നെ ചില ടെമ്പിളുകളൊക്കെ റെസ്റ്റോർ ചെയ്തെടുക്കുന്നതിനൊക്കെ എതിരാണ്. നമ്മളതിൽ രാഷ്ട്രീയവും മതവും ഒക്കെ അങ്ങ് കലർത്തിയിട്ട് അതിനൊക്കെ എതിര് നിൽക്കും എന്നുള്ളതാണ്. നമ്മൾ പറയും, നമ്മുടെ ഇന്ത്യയിൽ എന്തുമാത്രം പാവങ്ങളുണ്ട്, അതിനിടയ്ക്കാണോ ഇതൊക്കെ റെസ്റ്റോർ ചെയ്യുന്നത് എന്ന് അല്ലേ. അപ്പോൾ ഈ ഗ്രീസ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പാവങ്ങളില്ലാഞ്ഞിട്ടല്ല, അവർ ഈ പാവങ്ങളെ രക്ഷിക്കാനുള്ള പണം ഉണ്ടാക്കുന്നത് തന്നെ ഇതുപോലെ ടൂറിസം വികസിപ്പിച്ചെടുത്തിട്ടാണ് എന്ന് മനസ്സിലാക്കുക.
അപ്പോൾ ഇതൊക്കെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിൽ പെടുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ നമ്മുടെ ഇന്ത്യയിലുമുണ്ട് താജ്മഹൽ, അതുപോലെ തന്നെ വയനാട് വെസ്റ്റേൺ ഗട്ട്സൊക്കെ അതിൽ പെടുന്നതാണ്. അതൊക്കെ വളരെ പവിത്രമായിട്ടുള്ള സ്ഥലങ്ങളാണ്. വരും തലമുറയ്ക്ക് ആയിട്ട് അവർക്ക് കാണാനും അത് എൻജോയ് ചെയ്യാനുമായിട്ട് കാത്തു സൂക്ഷിക്കേണ്ട സ്ഥലങ്ങളാണ്. നമ്മളവിടെ പരിസ്ഥിതി വിദഗ്ധർ പറയുന്നതൊന്നും കണക്കിലെടുക്കാതെ കുന്നിടിച്ചു നിരത്തി റിസോർട്ട് പണിയുക, പാറമടയുണ്ടാക്കുക, അതൊക്കെ ചെയ്ത് പ്രകൃതി ദുരന്തം തന്നെയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഹോട്ടലിലെത്താറായി. ഇന്നത്തെ ടൂറൊക്കെ കഴിഞ്ഞ് പുതിയൊരു ഹോട്ടലിലേക്ക് എത്തി. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം. ഹോട്ടലിൻ്റെ ലോബിയാണിത്. റൂമിൻ്റെ കീ ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും എല്ലാവരും ബസ് വരുന്ന സമയത്ത്. അപ്പോൾ നമ്മളിനി റൂമിലോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് പോവുകയാണ്. ഈ ഹോട്ടലിനകത്ത് തന്നെയാണ് ഇന്ന് നമ്മൾ ഡിന്നർ കഴിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ബുഫേ ആണ് കേട്ടോ. ഞാൻ ഓടിച്ചൊന്ന് കാണിച്ചു തരാം. എനിക്ക് ഈ ഡിഷസിൻ്റെ ഒന്നും പേരറിയില്ല. പക്ഷേ നിങ്ങളെ എങ്ങനെയാണ് മറ്റുള്ള കൺട്രീസിലൊക്കെ ഡിന്നർ സെർവ് ചെയ്യുന്നത് എന്നൊക്കെ ഒരു ഐഡിയ തരാനായിട്ടാണ്. അപ്പോൾ ഇത് സാലഡാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പലതരം സാലഡുകളുണ്ട്. ഇവിടെ കോഫിയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ഇത് സൂപ്പാണ്. പിന്നെ ഇവിടെ പലതരം ഡിസേർട്ടുകളുണ്ട്. ചോക്ലേറ്റ് ഉണ്ട്, പുഡിംഗ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, കേക്കുണ്ട്. അപ്പോൾ ഇപ്പോഴും ഒരുപാട് പേര് പുറത്ത് പൂളിനരികത്ത് കോക്ടെയിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ നേരത്തെ തന്നെ ഡിന്നർ കഴിക്കാനായിട്ട് വന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് ഞാൻ 2 ആഴ്ച കഴിഞ്ഞ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് മോണസ്റ്ററീസ് ഓഫ് മീറ്റിയോർ കാണാനാണ് നമ്മൾ പോകുന്നത്. ബൈ നൗ.